വാഴക്കാട് 5-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി അബ്ബാസാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു മാതൃകാ അംഗനവാടി എന്ന് പറഞ്ഞിട്ടൊരു നമ്മളെ ഒക്കെ ജ്യേഷ്ഠനും അതുപോലെ തന്നെ ഇവിടെ അയൽവാസികളൊക്കെ നല്ല പരിശ്രമിച്ചിട്ട് ഇപ്പോൾ അവനോട് പല കാര്യങ്ങളും പറഞ്ഞിട്ട് നമ്മളെ ജ്യേഷ്ഠനായ സലാമാക്ക, ഇമ്പീരിയൽ സലാമാക്ക അന്ന് കൊടുത്തൊരു മാതൃകാ അംഗനവാടിയാണ് കിടക്കുന്നത്. ഈ മാതൃകാ അംഗനവാടി കൊടുക്കുന്ന സമയത്ത്, സ്ഥലം കൊടുക്കുന്ന സമയത്ത് ഈ മാതൃകാ അംഗനവാടിക്കാരുടെ സ്ഥലം കുറച്ച് ഒരു 7 സെൻറ്റ് സ്ഥലം തുച്ഛമായ വിലക്ക് പൈസ കൊടുത്ത് വാങ്ങുകയും ബാക്കിയുള്ളത് അദ്ദേഹം ഫ്രീ ആയിട്ട് കൊടുത്താൽ. അപ്പോൾ അദ്ദേഹം കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് തെറ്റിദ്ധരിപ്പിച്ചതും അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിച്ചതും എന്താണെന്ന് ചോദിച്ചാൽ, ഈ മാതൃകാ അംഗനവാടി ഒരു 10 സെൻറ്റ് സ്ഥലം ഉണ്ടായാലേ മാതൃകാ അംഗനവാടി നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഈ മാതൃകാ അംഗനവാടിയിൽ അതുപോലെ തന്നെ ഇത് അതായത് സ്ത്രീകൾക്ക് തൊഴിലുണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യാം, അങ്ങനത്തെ ഒക്കെ കാര്യം പറഞ്ഞിട്ടാണ് ഈ മാതൃകാ അംഗനവാടി കൊടുത്തത്. ഈ മാതൃകാ അംഗനവാടി കൊടുത്ത സമയത്ത് അന്ന് ഇത് മണ്ണൊക്കെ തട്ടി നിരത്തി ഒരു 25 ലക്ഷം റുപ്യ മമ്മുണ്ണിയാജി ഒരു തറക്കല്ലിട്ട് പോയ അംഗനവാടി. അത് പിന്നീട് ഭരണസമിതി മാറുകയും പിന്നീട് ഇതിന് പല പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ഈ അംഗനവാടിനെ താത്തുക ചെയ്തത്. പിന്നെ ഇതിൽ ചെറിയൊരു അംഗനവാടി ഉണ്ടാക്കിന്. അതിൻ്റെ മുമ്പ് ഈ സ്ഥലത്ത് ഈ ഒരു അംഗനവാടി ഉണ്ടാക്കാൻ വേണ്ടി ഇതിൻ്റെ സെൻറ്ററിൽ ഒരു കള ചീന്തിന്. ഈ സെൻറ്ററിൽ ഒരു കള ചീന്തി വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാർ, KM റഹ്മാൻ അതുപോലെ തന്നെ കുറച്ച് ആൾക്കാർ ഇവിടെ കയറി വരികയും ഈ സെൻറ്ററിൽ എന്തിനാ ഈ അംഗനവാടി, ഇത് അങ്ങനെ ഇത്രയും സ്ഥലത്താണ് ഈ സൈഡിൽ ഉണ്ടാക്കിയാൽ മതി പണി തടയുക ചെയ്ത്. ആ തടഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അംഗനവാടി സൈഡിലേക്ക് മാറ്റി. അല്ലെങ്കിൽ ഈ അംഗനവാടി സെൻട്രലായിരുന്നു. ഇപ്പം ഈ സ്ഥലം പോലും ഇവിടെ ഉണ്ടാവില്ല ഇനി. അപ്പം അദ്ദേഹത്തിന് ഈ കൊടുത്ത ആൾക്ക് വളരെ വിഷമം അന്നുണ്ട്. അതായത് അദ്ദേഹം കൊടുത്തത് ഒരു സെൻറ്റിന് ഒരു 3 ലക്ഷം രൂപ കിട്ടുന്ന സ്ഥലം കൊടുത്തത് വെറും തുച്ഛമായ പൈസ. പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം വരുന്ന സംഗതിയാണ്. പക്ഷേ അദ്ദേഹം കൊടുത്തത് എന്തുകൊണ്ടാണ്? ഒരു നാട്ടിലൊരു ആൾക്കാർ വന്ന്, പ്രത്യേകിച്ചും അന്ന് MP അബ്ദുള്ള സാഹിബ് മരണപ്പെട്ടതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഇതിങ്ങനെ ആയിപ്പോയത്. അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നു. അപ്പം അദ്ദേഹം ഒക്കെ സലാമാക്കനോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥലം സലാമാക്ക കൊടുക്കുന്നത്. സലാമാക്കയ്ക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ട്. എന്നെ പോലത്തെ ആൾക്കാർക്ക് കുറേ ആൾക്കാർക്ക് വിളിച്ചിരുന്നു, ഒക്കെ ചെയ്ത ആളാണ് ഇവർ. അപ്പോൾ ആ മാതൃകാ അംഗനവാടിക്ക് പിന്നീട് ഒരു 40 ലക്ഷം റുപ്യ പാസ്സായിരുന്നു. ആ പൈസ പിന്നെ നിശ്ചലമായി പോവുക ചെയ്ത്. കാരണം അപ്പോഴേക്കും ഈ ചെറിയ അംഗനവാടി ഇവിടെ സ്ഥാപിച്ചു. അതുകൊണ്ട് പിന്നെ അത് പറ്റാതെ വന്നു.